പാട്രിയേറ്റ് പടത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ്റെ നേർപകുതി രണ്ടാമത്തെ ദിവസം, അതിൻ്റെയും കുറഞ്ഞു പോയിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇന്നിപ്പോൾ എന്തായാലും ഇലക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പടം കാണാൻ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ആ ഭാഗത്തേക്ക് ചെല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇതിനെ നെഗറ്റീവ് റിവ്യൂകളും കാരണം പ്രത്യേകിച്ച് ഇനി ഇതിനൊരു ജീവൻ വെക്കുന്നത് തോന്നുന്നില്ല. പക്ഷേ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാട്രിയറ്റ് സിനിമയിൽ മേടിച്ച ആ റെമോണ്ടേഷൻ, നടന്മാർ മേടിച്ച് പുട്ടടിച്ച റെമോണ്ടേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുഞ്ചാക്കോ ബോബൻ 5 കോടി രൂപയിൽ മേടിച്ചത്. അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ 90 ലക്ഷം രൂപ വാങ്ങിച്ചു. രേവതി 50 ലക്ഷം രൂപ വാങ്ങിച്ചു. ഫഹദ് ഫാസിൽ അദ്ദേഹം മേടിച്ചത് 5 കോടി രൂപ. ഗ്രേസ് ആൻ്റണി എന്ന് പറഞ്ഞൊരു നടിയിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട്, അവർ മേടിച്ച് 25 ലക്ഷം രൂപ. നയൻതാരനെ കൊണ്ടുവന്നതിൽ ആകെ 4-3-7 സീനും കൊടുത്ത് അതിന് കൊണ്ടുവന്നതിന് 10 കോടി രൂപയും അതിൻ്റെ പരിവാരങ്ങളുടെ ചിലവും പ്ലെയിൻ ടിക്കറ്റും റൂമും അതിൻ്റെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു പൈസ അതിനും വന്നിട്ടുണ്ട്. ലാലേട്ടൻ എന്തൊക്കെയുണ്ടെങ്കിലും സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ ഏതോ നിരപരാധികൾ വന്നിട്ട് അദ്ദേഹത്തിനെ കുത്തി കൊന്ന് അദ്ദേഹത്തിനെ ലിഫ്റ്റിലിട്ടു. അദ്ദേഹം കിടക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെറ്റമ്മ പോലും സഹിക്കില്ല. അതുപോലെ ഇനി അദ്ദേഹത്തിനെ കുത്തി കൊന്നത്. ഇത്രയും വലിയൊരു നായകനെ ഒരു വില്ലനോ അല്ല, ഏതോ ഗുണ്ടകൾ വന്ന് കുത്തി കൊന്ന് ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിലിട്ടു. അതെന്തിനാണ്? മമ്മൂട്ടിക്ക് വേണ്ടി. മമ്മൂട്ടിയുടെ വീരപരിവേഷം ഉയർത്തിക്കാട്ടാൻ വേണ്ടി. മമ്മൂട്ടി വയസ്സനായി, രോഗിയായി, ഇനിയിപ്പോൾ അധിക കാലം ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിനെ കളക്ഷന് വേണ്ടി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതിനേക്കാളേറെ പേരെടുക്കാൻ വേണ്ടി മമ്മൂട്ടി പറഞ്ഞു മോഹൻലാലിനെ തട്ടിക്കളഞ്ഞോ, ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ പിന്നെ എന്തിനും തയ്യാറാണ്. എന്നെ തട്ടേ മുട്ടേ എന്ത് വേണമെങ്കിലും ചെയ്തോ. മമ്മൂട്ടിയുടെ കൂടെയല്ല അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ചേട്ടനെ പോലെ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യാനും സഹകരിക്കും. അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിത്വമാണ് മോഹൻലാലിൻ്റെ. പക്ഷേ മോഹൻലാലിൻ്റെ ആരാധകർ അത് സഹിക്കില്ല. ഞാനടക്കം മോഹൻലാലിൻ്റെ ആരാധകർ മോഹൻലാലിനെ അങ്ങനെ തല്ലിക്കൊല്ലാനോ കുത്തിക്കൊല്ലാനോ ഞങ്ങൾ സഹിക്കില്ല. ഞങ്ങളത് ആ സിനിമ ഇനിയിപ്പോൾ എത്ര നല്ല സിനിമയായാലും ഞങ്ങൾ പരിഷ്കരിക്കും. അത് ഇതുപോലെയുള്ളൊരു തീട്ടപ്പടാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. മോഹൻലാൽ ഈ പടത്തിൽ മേടിച്ചത് വെറും 5 കോടി രൂപയാണ്. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് വെടിവെപ്പും തിക്കും തിരക്കും കുത്തിക്കൊല്ലലും വെട്ടിക്കൊല്ലലും കാലൊന്നും ഇല്ലാണ്ടൊക്കെ അഭിനയിച്ചിട്ട് മേടിച്ചത് 5 കോടിയാണ്. വേണമെങ്കിൽ ഒരു 10 കോടിയോ 15 കോടിയോ വേണമെങ്കിൽ മൂപ്പർക്ക് മേടിക്കാം. മൂപ്പരത് മേടിച്ചില്ല. മമ്മൂട്ടി ആഗോള നടനാണല്ലോ. മമ്മൂട്ടി വാങ്ങിച്ചത് 16 കോടി രൂപയാണ്. അപ്പോൾ മമ്മൂട്ടി ഇന്ന വരെ ഒരു സിനിമയ്ക്കും ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ബെയ്റ്റോ ഒന്നും കൊടുക്കാണ്ട് സിനിമ അഭിനയിച്ചാൽ പിന്നെ മൂപ്പര പ്രദേശത്ത് കാണില്ല. അങ്ങനത്തെ വ്യക്തിയാണ്. ഇത് 16 കോടി മേടിച്ചതിൻ്റെ നന്ദിയും അതുപോലെ ഇതുപോലെ ഒരു സിനിമയിൽ ഇനി മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവും സഹിതമാണ് മൂപ്പര് ഇപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലിലും എല്ലാ ചാനലിലും വന്നിരുന്നിട്ട് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് വിളമ്പുന്നുണ്ട്. എൻ്റെ മമ്മൂട്ടിക്ക, ഇത് ചത്ത കുട്ടിയാണ്. പശുവും ചത്തും മോരിലെ പുളിയും പോയി. നിങ്ങളിനി ഇത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കൊന്നും നേരം വെളുത്തില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ സ്ഥലം വിടുക നല്ലത്. തിയേറ്ററൊക്കെ ശൂന്യമാണ്. തിയേറ്ററിലൊന്നും ഒരു മനുഷ്യരില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടിയും തൂക്കി വേഗം സ്ഥലം വിട്ടോ. പോയ കാശ് പോയി. ഇനി അത് തപ്പി നടന്നിട്ട് കിട്ടില്ല. നിങ്ങളിനി ആരൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ പറയിപ്പിച്ചാലും ഈ പടത്തിൻ്റെ ഗതി ഇങ്ങനെയാണ്. ഈ പടം അത്രയും മോശം പടമാണ്. ഇതിനൊരു സംവിധായകനുണ്ടോ? ഇതിനൊരു കഥയുണ്ടോ? ഇതിലൊരു നടനുണ്ടോ? ആരെങ്കിലും പെർഫോം ചെയ്യാനുള്ള എന്തെങ്കിലും സ്പേസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക. കൂട്ടായിരുന്നു ചിന്തിക്കുക. എന്താണ് പ്രേക്ഷകർക്ക് കൊടുത്തതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ കോടികളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി പുട്ടടിച്ചവർക്ക് ഒരു ഭാഗ്യം. അല്ലാണ്ട് വേറെന്താ പറയുക? നമ്മുടെയൊക്കെ ഒരു ടിക്കറ്റിൻ്റെ കാശ് നഷ്ടം.